പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം കൃതിഭാവയാമി. സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള നാദശ്രീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മധുസൂദന വാര്യർ. ഇതുവരേക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. പ്രിയരെ, നമ്മൾ ഇന്നലെ വരെ പറഞ്ഞ ഭാഗത്തിൽ പറഞ്ഞു വെച്ചത് ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് ഈ പ്രപഞ്ചം മുഴുവനും ഉണ്ടായി, ആ ഭഗവാന്റെ മഹിമ ഭഗവാനും കൂടി അറിയില്ല എന്നാണ്. ആകാശത്തിൻ്റെ മഹിമ അറിയാൻ പറ്റാത്തതുപോലെ, ആനയുടെ വലിപ്പം അറിയാൻ പറ്റാത്തതുപോലെ ഒരുപാട് വലിയ കാര്യങ്ങൾക്ക് അവർക്ക് തന്നെ അവരുടെ മഹിമ ഉൾക്കൊള്ളാവുന്നതിലപ്പുറമാണ് എന്നാണ് പറഞ്ഞു വെച്ചത്. എന്നാൽ ഒരിക്കലും അതിനെപ്പറ്റി ചിന്തിക്കണ്ട, അങ്ങനെ അറിയാത്തൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് എന്താ എന്നാണെങ്കിൽ അങ്ങനെയല്ല. ബുദ്ധി കൊണ്ട്, വിവേകം കൊണ്ട്, നമ്മുടെ യുക്തി കൊണ്ട് അറിയാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. വേറൊരു തരത്തിൽ നമുക്കതിനെ അനുഭവിക്കാം. അറിവല്ല അനുഭവം. അതിവിടെ പറയണു. അതെന്താണ്? ഭക്തി കൊണ്ട്. ഭക്തി കൊണ്ട് അനുഭവിക്കാം. ഇവിടെ അറിവും അനുഭവവും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് അറിയണം. ഉദാഹരണം പറയുകയാണെന്ന് വെച്ചാൽ നല്ല പഞ്ചാര പായസം, അതിനെ വയ്ക്കാനൊന്നും അറിയില്ല, പക്ഷെ നമുക്കത് അനുഭവിക്കാൻ സാധിക്കണല്ലേ. സ്ഥലമായിട്ടുണ്ട് കേട്ടോ പഞ്ചാര പായസം. ഒന്നും അധികമില്ല, ഒന്നും കുറവില്ല, കേട്ട് തകരാറുമില്ല. ഇത്ര കൃത്യമായിട്ട് എങ്ങനെ ഉണ്ടാക്കാൻ സാധിച്ചേ? ഇളക്കൊന്നും അറിയില്ല, പക്ഷേ കഴിക്കാനറിയാം. അതൊരു അറിവാണ്. അവിടെ അനുഭവമാണ്. പഞ്ചാര പായസത്തെ അനുഭവിക്കുന്നു. പക്ഷേ ഇയാൾക്കൊരു കുറച്ച് പഞ്ചാര പായസം ഉണ്ടാക്കാൻ പറഞ്ഞാൽ അയ്യോ അതെനിക്ക് പറ്റില്ല കേട്ടോ. അപ്പോൾ അറിവാണോ അനുഭവം? പലപ്പോഴും അല്ല എന്ന് കാണാം. ഉദാഹരണം സംഗീതം. എന്നെ സംബന്ധിച്ച് ഞാൻ പഠിച്ചിട്ടുമില്ല സംഗീതം, എനിക്ക് അറിയില്ല ഏതൊക്കെയാണ് സ്വരസ്ഥാനം, ഏതൊക്കെയാണ് രാഗം. പക്ഷെ ഞാൻ അസ്വലമായിട്ട് ആസ്വദിക്കാറുണ്ട്. എങ്ങനെയാണ് ആസ്വദിക്കണം? വാസന കൊണ്ട് ആസ്വദിക്കണു. ഏതെങ്കിലും കാലത്തോ ജന്മത്തോ പഠിച്ചിട്ടുണ്ടാവും. എന്ന രാഗമാണ്, എന്ന താളാണ് എന്നും അറിയില്ല. പക്ഷേ സംഗീതം ഇല്ലാണ്ട് ഒരിക്കലും എൻ്റെ ഒരു ദിവസം അവസാനിക്കാറില്ല. എൻ്റെ ജീവനാണ് സംഗീതം. പക്ഷെ പഠിക്കായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. പക്ഷെ അതെങ്ങനെ ആസ്വദിക്കാൻ കഴിയണം? അറിഞ്ഞിട്ടല്ല, ജീവൻ്റെ സുഹൃതം കൊണ്ട് സംഗീതം കേൾക്കുമ്പോൾ നമ്മളെ തന്നെ മറന്ന് കേൾക്കണം. എത്രയോ അറിയാത്തവരുണ്ട്, പഠിച്ചവരുടെ പോട്ടെ. അപ്പോൾ അറിവാവണമെന്നില്ല പലപ്പോഴും അനുഭവം. അറിഞ്ഞ് അനുഭവിക്കുന്നത് ഒരു കഥ വേറെ, അറിയാതെയും നമുക്ക് ചിലതൊക്കെ ലോകത്തിൽ അനുഭവിക്കാൻ കഴിയും. ഇതേപോലെ ബ്രഹ്മാവ് പുത്രനായിട്ട നാരദനോട് പറയുകയാണ്, നാരദ, അറിവില്ലെങ്കിലും നമുക്ക് ഭഗവാനെ കിട്ടും കേട്ടോ. കിട്ടില്ല എന്നൊന്നും വിചാരിക്കേണ്ട, ഭക്തി കൊണ്ട് കിട്ടും. അതിനെന്താ വേണ്ടത്? ഭക്തി ഉണ്ടാവാൻ ഭഗവാന്റെ അവതാരങ്ങൾ കീർത്തിക്കുക, വേറെ മാർഗമൊന്നുമില്ല. അതുകൊണ്ട് നിനക്ക് ഞാൻ ആ അവതാരങ്ങളെ വർണ്ണിച്ചു തരാം എന്ന് പറഞ്ഞു. സൂത ശൗനക സംവാദത്തിൽ വളരെ ചുരുക്കമായി 24 അവതാരങ്ങളെ പറഞ്ഞു, നമ്മൾ കേട്ടു. ഇവിടെ ബ്രഹ്മദേവൻ ഒന്നങ്ങനെ അതിനെ വിവരിക്കുകയാണ്, ഒന്നും കൂടി വിവരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതിനേക്കാളും ഒന്നും കൂടി വിവരിക്കുകയാണ്. അപ്പോഴും കഥ മുഴുവനാവില്ല കേട്ടോ. ഇനിയൊരു വിവരണം കൂടിയുണ്ട്, അതിലാണ് കഥ മുഴുവനാവുക. എന്താണ് വരാഹാവതാരം? ആ കഥയൊക്കെ പറഞ്ഞ് നമ്മൾക്കൊരു 5-6 അധ്യായം ഹിരണ്യാക്ഷവതവും വരാഹാവതാരവും വരും ഇല്ലേ. ഹിരണ്യാക്ഷുവിൻ്റെ കഥ പറയാൻ 10 അധ്യായ ഭാഗവത്തിലെടുത്ത് അങ്ങനെ പറയണ ഒരു വിവരണം ഇനി വരാൻ പോണു. അതാണ് യഥാർത്ഥ വിവരണം. സൂതൻ ശൗനകോട് വളരെ ചുരുക്കി ശൗനകാദികളോട് പറഞ്ഞു. ബ്രഹ്മാവിധ കുറച്ചും കൂടിയിട്ടൊന്നങ്ങനെ പറയുന്നു. ഒരു ശ്ലോകത്തിൽ ഒരു അവതാരം, 1-2 ശ്ലോകം എടുക്കും ചില അവതാരങ്ങൾക്ക്. പക്ഷെ അപ്പോഴും മുഴുവനാവണില്ല. 3-ാമത്തെ ആ വിവരണത്തിൽ മുഴുവനെ വിവരിക്കുമ്പോഴേക്കും ഒരു കഥയ്ക്ക് തന്നെ എത്ര എടുക്കണു? 2, 5, 6, 10 അധ്യായം വരെയൊക്കെ എടുക്കണമെന്നർത്ഥം. ഇങ്ങനെ 3 പ്രാവശ്യമാണ് ശ്രീമദ് ഭാഗവതത്തിൽ അവതാര വർണ്ണന. ഏറ്റവും ചുരുക്കിയിട്ട് സൂതൻ ഒന്നിങ്ങനെ വിപുലീകരിച്ചിട്ട് ബ്രഹ്മാവ് മുഴുവനെ കഥ വർണ്ണിച്ചിട്ട് 3-ാമത്. അത് ഓരോരോ കഥ ഓരോരുത്തരാട്ടോ പറയുക. നരസിംഹാവതാരം വേണത് ധർമ്മോത്തര.
ധർമ്മപുത്രരോട് ധർമ്മപുത്രരോട് നാരദനാണ് പറയുന്നത്. കേൾക്കണ ആൾ ശ്രോതാവ് ധർമ്മപുത്ര, വക്താവ് നാരദൻ. വേറെ ചില കാര്യങ്ങളോ കേൾക്കണവർ മാറും, പറയണവർ മാറും. അങ്ങനെ ഓരോരോ ആൾക്കാർ പറയണതായിട്ട് പല കഥകൾ വിസ്തരിച്ചിട്ട് അങ്ങോട്ട് പറയണതാണ് മൂന്നാമത്തെ ആഖ്യാനം. ഇപ്പം രണ്ടാമത്തെ ആഖ്യാനത്തിലേക്ക് നോക്കാം. യത്രോദ്യതക്ഷിതിതലോദ്ധരണായ ബിഭ്രത് ക്രൗഡിംഗ്തനും സകലയജ്ഞമയീമനന്ദ അന്തർമഹാർണവ ഉപാഗതമാതിദൈത്യം തം സംഷ്ടയാത്രിഭവ വജ്രധരോദധാര. കഴിഞ്ഞു. വരാഹാധാരം കൊണ്ട് കഴിയുമോ ശരിക്ക്? മൂന്നാമത്തേലാണ് മുഴുവൻ വിവരിക്കുക. ഇവിടെ ഒരൊറ്റ ശ്ലോകം കൊണ്ടാണ് ഏതൊരു ഭഗവാനാണ്, അതായത് ഈ ഭൂമിയെ ഹിരണ്യാക്ഷൻ വെള്ളത്തിൽ താഴ്ത്തി വെച്ചിട്ടുള്ളതായ ഭൂമിയെ ഉദ്ധരിച്ചത്. അതാണ് ഭഗവാന്റെ വരാഹാവതാരം എന്ന് പറയുന്നത്. ഹിരണ്യാക്ഷൻ വെള്ളത്തിൽ താഴ്ത്തി വെച്ചതായിട്ടുള്ള ഭൂമിയെ ഉദ്ധരിക്കാനായി കൊണ്ടാണ് ഭഗവാന്റെ വരാഹാവതാരം ഉണ്ടായത്. ഇനി അതേപോലെ തന്നെ ഹയഗ്രീവനായിട്ടുള്ളൊരവതാരം 22 ഇവിടെ ദശാവതാരം അല്ല കേട്ടോ. ദശാവതാരം എന്ന സങ്കല്പം ഭാഗവതത്തിലില്ല. പലരും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. വേറെ പുരാണങ്ങളിലൊക്കെ അതിൻ്റെ പ്രതിപാദനമുണ്ട്. പക്ഷെ ഇവിടെ 24 അവതാരം ആണ് ഇവിടെ പറയണത്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ കേൾക്കാത്ത അവതാരങ്ങളൊക്കെ വരും. ഹയഗ്രീവാവതാരം അതെന്തിനാണ്? വേദങ്ങളെ പ്രകാശിപ്പിക്കാനായിക്കൊണ്ട് അങ്ങനെ ഒരു അവതാരം ഭഗവാൻ ഉണ്ടായി എന്ന് പറയണം. ഈ മൂന്നാമത് പറയുന്നു ജജ്ഞേചകർദ്ദമഗൃഹേ ദ്വിജ ദേവകൂത്യം. എല്ലാ ശ്ലോകവും ചെല്ലുന്നില്ല, സമയം ഒരുപാട് പോവും എന്നുള്ളത് കൊണ്ട്. ത്രീഭിസ്തമം നഭഭിര ആത്മഗതിൻ സ്വമാത്രേ. പിന്നത്തെ അവതാരമാണ് കപിലാവതാരം. ദേവഹൂതിയിൽ ആണ് സ്വയംഭുവനുവിൻ്റെ പുത്രിയായിട്ടുള്ള ദേവഹൂതിയിൽ ഭഗവാൻ കപിലവാസുദേവനായിട്ട് അവതരിച്ച് നല്ല ഒരു ഉപദേശ സംഹിത ലോകത്തിൽ സ്ഥാപിച്ചു. അമ്മയായ ദേവഹൂതിക്ക് പറഞ്ഞു കൊടുക്കുന്നതിൽ കൂടെ. ഇനി അടുത്ത അവതാരമാണ് അത്രേരപത്യം അഭികാംക്ഷത ആകൃട്ടോ ദത്തോ മയാഗമിതി യത് ഭഗവാൻ സദത്ത. അത്രി മഹർഷിയിൽ ഭഗവാൻ ദത്താത്രേയൻ എന്ന അവതാരം കൈക്കൊണ്ടു. ഒക്കെ അധികം ഉത്തരേന്ത്യയിലാണ് ദത്താത്രേയന് വലിയ പ്രാധാന്യം കാണാം. അവധൂതചര്യ കാണിച്ചു കൊടുത്തു, ദത്താത്രേയനെ ഭജിക്കുക, ദത്താത്രേയ ഭക്തി, അങ്ങനെ ഒരു പ്രസ്ഥാനം തന്നെ ഉത്തരേന്ത്യയിലുണ്ട്. അങ്ങനെ ദത്താത്രേയനായിട്ട് ഞാൻ തന്നെ പുത്രനായിട്ട് വരാം എന്ന് അത്രി മഹർഷിയെ അനുഗ്രഹിച്ച് ഭഗവാൻ അവതരിച്ച അവതാരമത്രേ ദത്താത്രേയ അവതാരം. ഇനി അടുത്തതാണ് തപ്തം തപോ വിവിധ ലോകശിക്ഷയാമേ ആദോസനാശ്വതപസ ചതുസ്സനോഭൂൻ. ബ്രഹ്മാവ് സൃഷ്ടി നടത്തിയതായിട്ടുള്ള കാലത്ത് സനകൻ, തനന്ദൻ, തനാതനൻ, തനൽകുമാരൻ എന്നീ 4 പുത്രന്മാരെ ബ്രഹ്മാവ് സൃഷ്ടിച്ചു. ഇവർ ബ്രഹ്മചര്യം ആജീവനാന്താൻ ഇഷ്ടിച്ചവരാണ്. നിത്യബ്രഹ്മചാരികളാണ്, വിവാഹമേ കഴിച്ചിട്ടില്ല. അങ്ങനെ ബ്രഹ്മചര്യത്തിൻ്റെ മഹത്വം ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന സനകാദികളെ സൃഷ്ടി, അതും ഒരു ഭഗവാന്റെ അവതാരമാണ്. അടുത്തതായിട്ട് വേണം ദമ്മസ്യദക്ഷജനിഷ്ടമൂർത്തിയ നാരായണോ നരയിതി സ്വതപപ്രഭാവ. തപസ്സിൻ്റെ പ്രഭാവം ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ ഭഗവാൻ നരനാരായണ അവതാരം കൈക്കൊണ്ടു. മൂർത്തി എന്നാണ് നമ്മുടെ മൂർത്തി. നരനാരായണ അവതാരം ഉണ്ടായി. അതെന്തിനാണ്? തപസ്സിൻ്റെ പ്രഭാവം കാണിച്ചു കൊടുക്കാനും സഹസ്രകവചൻ എന്ന അസുരനെ കൊല്ലാനും. കാരണം 1000 കൊല്ലം തപസ്സും 1000 കൊല്ലം യുദ്ധവും ഒപ്പം ചെയ്ത ഒരാൾക്കേ എന്നെ കൊല്ലാൻ പാടൂ എന്നൊരു വരം വാങ്ങിയാൽ സഹസ്രകവചൻ എന്ന അസുരൻ. ഭഗവാനുണ്ടോ ഇതിനൊക്കെ വല്ല പ്രയാസവും? 2 മൂർത്തിയായിട്ടുണ്ട് അവതരിച്ചു. ഒന്ന് നരനും ഒന്ന് നാരായണനും. അപ്പം നരൻ തപസ് ചെയ്യുമ്പോൾ നാരായണൻ യുദ്ധം ചെയ്യും, നാരായണൻ തപസ് ചെയ്യുമ്പോൾ നരൻ യുദ്ധം ചെയ്യും. ഇത് ആലോചിക്കാതെ പറഞ്ഞാലും കൂടി പറഞ്ഞു നോക്കൂ. നാരായണൻ തപസ് ചെയ്യുമ്പോൾ അതാ അപ്പം എന്തേ പറഞ്ഞേ? അപ്പം എന്താ അതിൻ്റെ അർത്ഥം? പറയാനും കൂടി ഇത്ര ബുദ്ധിമുട്ടാണെങ്കിൽ അനുഷ്ഠിക്കാൻ എത്ര ബുദ്ധിമുട്ടാണ്? തപസ്സും യുദ്ധവും ഒപ്പം ചെയ്യണം. അപ്പം 2 ആളായിട്ട് അവതരിച്ചപ്പോൾ നരൻ തപസ് ചെയ്യുമ്പോൾ നാരായണൻ യുദ്ധം ചെയ്യും, നാരായണൻ തപസ് ചെയ്യുമ്പോൾ നരൻ യുദ്ധം ചെയ്യും. അപ്പോൾ തപസ്സും യുദ്ധം ഒപ്പം ചെയ്തു സഹസ്രകവചനെ കൊന്ന അവതാരമാണ് നരനാരായണ അവതാരം എന്ന് പറയുകയാണ്. ഇവിടെ അതിനൊരു ഇതും പറയണം, കാമം ജഗന്തി കൃതിനോ നനുരോഷദൃഷ്ട്യ. ഈ നാരായണൻ്റെയും നരനാരായണന്മാരുടെ തപസ് കണ്ടിട്ട് ദേവേന്ദ്രൻ അസൂയ, തൻ്റെ സ്ഥാനത്തെ തട്ടിപ്പറിച്ചാലോ.
അപ്സര സ്ത്രീകളെ അയച്ചു. അവർ തോപ്പിയിട്ട് ഇങ്ങോട്ട് മടങ്ങി. ഭഗവാന്റെ അടുത്താണോ ഇവരുടെ മായ ശരീരാവയവങ്ങളെ കൊണ്ടും അംഗചലനങ്ങളെ കൊണ്ടും നാരായണമൂർത്തിയെ തപസ് ഇളക്കാൻ വേണ്ടിയിട്ട് മോഹിപ്പിക്കാൻ ശ്രമിച്ചു. അവർ തോറ്റു മടങ്ങി. അവസാനം നാരായണമൂർത്തി പറഞ്ഞു, നിങ്ങളിങ്ങോട്ട് വരിക, എന്നെ മോഹിപ്പിക്കാൻ വന്നതല്ലേ, ഇതാ തുടയിൽ ഒരൊറ്റടി. അതിൽ നിന്ന് അപ്സര സ്ത്രീകൾ ഉർവശി, തുടയിൽ നിന്ന് ജനിച്ചവളാണ്, ഊരുവിൽ നിന്ന് ജനിച്ചത് കൊണ്ട് ഉർവശി. ദാ എന്നെ തപസ് മുടക്കാൻ പറഞ്ഞത് ഇന്ദ്രനല്ലേ, നിങ്ങളുടെ നേതാവായിട്ടുള്ള ഇന്ദ്രൻ, ഇവളെ കൊണ്ടേ കൊടുക്കൂ. ഈ ഇന്ദ്രൻ ആ ഉർവശിയെ കണ്ട് ഭ്രമിച്ചു. ഉർവശിയെ കൂടാതെ ഒരു നിമിഷം കഴിയാൻ വയ്യ. അപ്പം ഏതൊരു ഭഗവാനെയാണോ മോഹിപ്പിക്കാൻ ശ്രമിച്ചത്, ആ ഭഗവാൻ ഇന്ദ്രനെ മോഹിപ്പിച്ചു. ഇതാണ് എൻ്റെ മായ എന്നും പറഞ്ഞിട്ട്, അതാണ് നരനാരായണ അവതാരം എന്ന് പറയുകയാണ്. ഇനി മറ്റൊരു അവതാരമാണ് ധ്രുവൻ തപസ് ചെയ്തപ്പോൾ മുമ്പിൽ അവതരിച്ചത്. അതിന് ഹരി അവതാരം എന്നാണ് പറയുക അല്ലേ. 6 മാസം കൊണ്ട് ആ കുട്ടി, ഇവിടെ പറയണം, സപത്നി, ധ്രുവൻ്റെ അമ്മയാണ് സുനീതി, ഉത്തമൻ്റെ അമ്മയാണ് സുരുചി. മടിയിലിരിക്കുന്ന സമയത്ത് ഒന്ന് കയറിയിരിക്കാൻ ആഗ്രഹിച്ചു. ധ്രുവൻ ഒരു തെറ്റും സത്യത്തിൽ ചെയ്തിട്ടില്ലാവോ. സുരുചി തൻ്റെ അഹങ്കാരം കൊണ്ട്, എൻ്റെ ഗർഭത്തിൽ ജനിക്കാതെ നീ എങ്ങനെയാ അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കുക. മുറിവേറ്റു. നേരത്തെ പറഞ്ഞു, വാക്കിൻ്റെ മുറിവേൽപ്പിക്കാനുള്ള ശക്തി എത്രയുണ്ട്. കുട്ടിയാണെങ്കിലും മുറിവേറ്റ ഹൃദയത്തോടു കൂടി അമ്മയുടെ അടുത്ത് പോയി പറഞ്ഞു, ഒന്നും അമ്മ ഹിതം പറഞ്ഞില്ല, സാരില്ല കുട്ടി, ഭഗവാനെ ഉപാസിച്ചാൽ ഏതാഗ്രഹവും സാധിക്കുന്ന ആ അമ്മ പറഞ്ഞു കൊടുത്തുള്ളൂ. തപസ് ചെയ്തപ്പോഴോ ശംഖചക്രഗതാത്മാദികളൊക്കെ ധരിച്ച് നീലമേഘശ്യാമളത്തോടു കൂടി മനോമോഹനമായിട്ടുള്ള സ്വരൂപത്തിൽ ആ ധ്രുവൻ്റെ മുമ്പിൽ അങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ടത് ഹരി അവതാരം എന്ന ഒരവതാരമായിട്ടാണ് പറയണത് എന്ന് പറയുകയാണ്. ഇനി മറ്റൊരവതാരമാണ് വേനൻ്റെ മുമ്പിൽ പൃഥുവായിട്ട് അവതരിച്ചു. അതിവിടെ പറയുകയാണ്, അച്ഛനായിരിക്കുന്ന ആ വേനൻ വളരെ ദുഷ്കർമ്മങ്ങൾ ചെയ്തിട്ടാണ് ഇവിടുന്ന് പോയത്. ആ അച്ഛന് ദുഷ്കർമ്മങ്ങൾക്കൊക്കെ നരകം അനുഭവിക്കണം അല്ലേ. ഇവിടെ ചെയ്ത ദുഷ്കർമ്മങ്ങൾക്കൊക്കെ നരകം അനുഭവിക്കണം. ഈ അച്ഛന് നരകം അനുഭവിപ്പിക്കാതിരിക്കാനുള്ള കടമ ആർക്കറിയോ? മക്കൾക്ക്. അതുകൊണ്ടാണ് ഈ പുത്രൻ എന്ന പേര് കിട്ടിയത്. പുന്നാമം എന്ന നരകത്തിൽ നിന്ന് അച്ഛനെ രക്ഷിക്കുന്നവനാണ് അത്രേ പുത്രൻ. അതുകൊണ്ട് അങ്ങനെ അച്ഛനായിരിക്കുന്ന വേനൻ്റെ ദുഷ്പ്രവൃത്തികളുടെ ഫലം അദ്ദേഹത്തിന് അനുഭവിക്കാതിരിക്കാനായിക്കൊണ്ട് സൽക്കർമ്മം ചെയ്തിട്ട് നികത്തിയാര്? പുത്രനായിരിക്കുന്ന പൃഥു. ഭഗവാന്റെ അവതാരമായിട്ട് അങ്ങനെ പുത്രൻ എന്ന സ്ഥാനത്തിന് നല്ല മാതൃക കാണിച്ചു കൊടുത്തിട്ടുള്ളതായ പൃഥുവായിട്ട് രാജഭരണം എങ്ങനെയാണ് നടത്തുക? ജനങ്ങളുടെ കാശ് കൊണ്ടൊക്കെ കുടുംബം നന്നാക്കല്ല, മറിച്ച് അവരുടെ ക്ഷേമത്തിനായി ആ ധനം ചെലവഴിക്കണം എന്ന മഹാധർമ്മം ലോകത്തിന് കാണിച്ചു കൊടുത്ത അവതാരമാണ് പൃഥുവായിട്ടുള്ള അവതാരം. ഇനി അടുത്തതാണ് എന്ത്? നാഭേരസ ഋഷഭ ആസ സുദേവി സൂനു. ഋഷഭദേവനായിട്ട് മേരു എന്ന രാജാവ്, നാഭി എന്ന രാജാവ് മേരുദേവിയിൽ ഋഷഭനായിട്ട് അവതരിച്ച് പാരമഹംസ്യചര്യ, ഒന്നിലും ആസക്തിയില്ലാതെ ശരീരാഭിമാനം വെടിഞ്ഞ് കാട്ടിൽ തപസ്സുകൊണ്ട് ശരീരം ഉപേക്ഷിച്ച ഒരു അവതാരത്തെ ലോകത്തിന് കാണിച്ചു കൊടുത്തു എന്ന് പറയുകയാണ്. അതാണ് അവതാരം. ഇതേപോലെ തന്നെ ഹയഗ്രീവ അവതാരം എന്ന് പറഞ്ഞിട്ടൊരു അവതാരം ഭഗവാൻ ഉണ്ടായി. വേദങ്ങൾ ബ്രഹ്മാവിന് ഉപദേശിച്ചു കൊടുക്കാനും ഈ ലോകത്തിൽ സ്ഥാപിക്കാനുമായിട്ട് സ്വർണ്ണ നിറത്തിലാണ് ഭഗവാൻ അവതരിച്ചത്. ഇനി അടുത്ത അവതാരമാണ് മത്സ്യോയുഗാന്ത സമയേ മനോബലബ്ധ. മത്സ്യാവതാരമായിട്ട് ബ്രഹ്മാവിൻ്റെ മുഖത്ത് നിന്ന് അസുരൻ മോഷ്ടിച്ചതായിട്ടുള്ള വേദങ്ങളെ പുനഃസ്ഥാപിക്കാനായിക്കൊണ്ടുള്ള അവതാരം മത്സ്യാവതാരം. ഈ മത്സ്യം ഇങ്ങനെ വഴുക്കിയിട്ടാണ് സഞ്ചരിക്കുക. പിടിച്ചാലും കിട്ടില്ല, വഴുക്കി പോകില്ലേ. ഇതേപോലെ ആവണം നമ്മൾ, ഒന്നിനോടും ഒട്ടിച്ചേരരുത് അല്ലേ. എല്ലാ പ്രവൃത്തികളും ലോകകാര്യങ്ങളിൽ കൂടെ നടന്നാലും അതിനോട് ഒട്ടലുണ്ടായിട്ട് മനസ്സിന് ദുഃഖം ഉണ്ടാവാണ്ട് ബന്ധമില്ലാതെ വഴുക്കി പോവാൻ കഴിയണം. എന്നാൽ നമ്മുടെ മനസ്സിൽ ദോഷങ്ങൾ പറ്റില്ല. ഈ ഒരു ആളോടൊരു സംഘം ഉണ്ടാവുക, ഒരു സ്ഥലത്തിനോടൊരു സംഘം ഉണ്ടാവുക, ഒരു സാധനത്തിനോട് സംഘം ഉണ്ടാവുക, ധനത്തിനോട് സംഘം ഉണ്ടാവുക, സ്ത്രീ സംഘം ഉണ്ടാവുക, ഇതൊക്കെ നമുക്ക് മനസ്സമാധാനത്തെ ഇല്ലായ്മ ചെയ്യും എന്ന് കാണിക്കുന്നതാണ് അത്രേ വഴുക്കി പോകുന്ന മത്സ്യത്തിൻ്റെ അവതാരം. അടുത്തതാണ് എന്ത്? പാലാഴി കടഞ്ഞപ്പോൾ താണു പോകുന്നതായിരിക്കണം മന്ദരപർവ്വതത്തെ ഉദ്ധരിക്കാൻ എത്രയോ ചതുരശ്ര കിലോമീറ്റർ വിസ്താരമുള്ള ഭഗവാന്റെ കൂർമാവതാരം. ചെറിയ രാമെന്നല്ല കേട്ടോ. പർവ്വതത്തെ പൊന്തിക്കുക എന്ന് പറഞ്ഞാൽ എത്ര വലിയ പർവ്വതം, അത്രയും വലിയ കഠോരമായിരിക്കുന്ന പുറന്തോട്. ആമ എന്ത് ചെയ്താലും അതിനൊന്നും പറ്റില്ല. കാരണം
ബലമുള്ള പുറന്തോട് കാരണം. അതും ഒരു തത്വമാണ് എന്നാണ്. കാരണം ഈ ജ്ഞാനം വളരെ വേഗം നഷ്ടപ്പെടുന്ന വിധം മാംസളമാണ്. അപ്പം അതിനെ പൊതിയാൻ എന്തു വേണം? ജ്ഞാനവൈരാഗ്യങ്ങളാകുന്ന കഠോരമായ ഒരു പുറന്തോട് നമുക്കുണ്ടാവണം. ജ്ഞാനവൈരാഗ്യം, ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ ഉള്ള ഒരാൾക്കുള്ളിൽ നിന്ന് ഒരിക്കലും ജ്ഞാനം നഷ്ടപ്പെടില്ല. അതാണത്രേ ദീപസ്തംഭത്തിൻ്റെ താഴെ, അല്ലേ, കൊടിമരത്തിൻ്റെ താഴെയൊക്കെ ഈ കൂർമ്മത്തിനെ കാണിക്കാൻ കാരണം. അപ്പം അത് ജ്ഞാനത്തെ സംരക്ഷിക്കാൻ ഇത്തിരി പെട്ടെന്ന് നഷ്ടപ്പെടും. അതിനെ കഠോരമായിരിക്കുന്ന ഒരു പൊതിഞ്ഞാൽ സംരക്ഷിക്കണം. ഏതാ കഠോരമായിട്ടുള്ള ആവരണം? ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങൾ. അതാണത് കാണിക്കുന്നത്. ഇനി അടുത്തതോ നരസിംഹാവതാരം. 10 അധ്യായങ്ങളെ കൊണ്ടാട്ടും ആ കഥ വിസ്തരിച്ചിരിക്കണം. ഒരൊറ്റ ശ്ലോകത്തിൽ ഇവിടെ പറഞ്ഞു, ദൈത്യേന്ദ്രമാശഗതയാപി പതന്തമാരാദൂരോ നിപാത്യ. ആകാശത്തും ഭൂമിയിലും വെച്ചിട്ട് കൊല്ലരുത്, രാവും പകലും വെച്ച് കൊല്ലാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ഊരവും ഭഗവാന്റെ തൊടയിൽ വെച്ചിട്ട് എപ്രകാരമാണ് ഈ പായ ഉണ്ടാക്കുന്ന ആൾ പുല്ലും കിടന്ന് നഖം കൊണ്ട് കീറിയിട്ട് അത്രേ പായ ഉണ്ടാക്കാൻ നമുക്കറിയില്ല കേട്ടോ. അതേപോലെ തൻ്റെ കൂർത്ത നഖങ്ങളെ കൊണ്ട് കീറി ദുഷ്ടനായിരിക്കുന്ന ഹിരണ്യകശിപുവിനെ വധിച്ചു, പ്രഹ്ലാദനെ രക്ഷിച്ചു, ധർമ്മം നിലനിർത്തുകയും ചെയ്തു. അങ്ങനെയുള്ള അവതാരം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് നരസിംഹാവതാരം. ഇനി അടുത്തതോ ശുത്വാകരിത്തമരണാർത്തിനം അപ്രമേയ ചക്രായുധ പതകരാജഭുജാതിരൂഢ ചക്രേട നക്രവദനം വിനിപാട്യ തസ്മാൻ ഹസ്തേ പ്രകൃത്യ ഭഗവാൻ കൃപയോജ്യകാര. തലങ്ങട് കടിച്ചിട്ടേ സഹിക്ക വയ്യാത്ത വേദനയോട് കൂടിയിട്ട് നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ എന്ന് പറഞ്ഞ് ഉറക്ക കരഞ്ഞതായിരിക്കുന്ന ഒരാശ്രയവും ഇല്ല, തന്നെ രക്ഷിക്കാൻ ആരുമില്ല. കൂടെയുള്ള പിടിയാനകളും കൂടി ഉപേക്ഷിച്ചിട്ടാണ് പോവുകയാണ്. അപ്പം എനിക്ക് ഇനി ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞ് കണ്ണീരോട് കൂടിയിട്ട് താമരപ്പൂ കൊണ്ട് അർച്ചിച്ചപ്പോൾ അവിടെ ആവിർഭവിച്ചു. അതാണ് ഭഗവാന്റെ ഹര്യവതാരം. അതൊരു അവതാരമായിട്ടാണ് അവിടെ പ്രത്യക്ഷപ്പെട്ടതിനെ പറയുക. ഇനി അടുത്തതാണ് എന്ത്? വാമനാവതാരം. ക്ഷ്മാം വാമനേന ജഗൃഹേ ത്രിപദച്ചലേന. ആ ഇന്ദ്രന് സ്വർഗത്തെ വീണ്ടെടുത്ത് കൊടുക്കാനായി കൊണ്ട് 3 അടി മണ്ണ് യാചിച്ചു മഹാബലിയുടെ മുമ്പിൽ. എന്നിട്ടോ 2 അടി കൊണ്ട് 3 ലോകവും വളർന്ന് 3-ാമത്തെ അടി തൻ്റെ ശിരസ്സാണ് കാണിച്ചു കൊടുത്തത്. അപ്പം ഇവിടെ മഹാബലിയുടെ ത്യാഗം സത്യത്തിൽ വലുതായത് ആരറിയോ? മഹാബലിയാണ്. യാചിച്ചു ഭഗവാൻ മുമ്പിൽ എന്നുള്ളത് കൊണ്ട് തന്നെ ഭഗവാൻ ചെറുതായി ഇല്ലേ? ഒരാളോട് ചോദിച്ചാളല്ലേ ചെറുതാവുക, കൊടുത്ത ആളാണ് വലുതാവുക അല്ലേ? കൊടുത്ത ആളായിട്ട് മഹാബലി തോറ്റില്ല കേട്ടോ. എന്താ കാരണം? 3-ാമത്തെ അടിയൻ്റെ ശിരസ്സിൽ വെച്ച് ആ സത്യം ദാലിക്കാൻ സഹായിക്കണേ സർവേശ്വര എന്നങ്ങോട്ട് പറഞ്ഞതോട് കൂടിയിട്ട് ഭഗവാന്റെ പാദം ശിരസ്സിൽ വെച്ചു. ഇനി എന്താ വേണ്ടത്? ഭഗവാന്റെ പാദം നമ്മുടെ ശിരസ്സിൽ വയ്ക്കാൻ, അല്ലെങ്കിൽ അത് കൊള്ളാൻ, ഏറ്റുവാങ്ങാൻ ഉള്ളൊരു ഭാഗ്യം ഈ ലോകത്തിൽ ആർക്കാ കിട്ടിയിരിക്കണേ? പ്രഹ്ലാദൻ കൂടി ആകാശത്ത് വന്നപ്പോഴേക്കും പ്രഹ്ലാദൻ മുത്തശ്ശനായി. പ്രഹ്ലാദൻ്റെ പൗത്രനാണത്. പ്രഹ്ലാദൻ്റെ പുത്രൻ വിരോചനൻ്റെ പുത്രനാണ് മഹാബലി. നീ മഹാഭാഗ്യവാനാണ് മഹാബലി എന്ന് പറയാം. എനിക്ക് ഭഗവാന്റെ കയ്യ് തലയിൽ വെക്കാനുള്ള ഭാഗ്യം ഉണ്ടായുള്ളൂ. കൈ വെച്ച് അനുഗ്രഹിച്ചു ഭഗവാൻ പ്രഹ്ലാദനെ. പക്ഷേ നിനക്കോ പാദം തൊടാനുള്ള ഭാഗ്യം കിട്ടി. പാദം തന്നെയാണ് ഭഗവാനെ സംബന്ധിച്ച് കൂടുതൽ. കാരണം ഭക്താനാം കാമവർഷത്തിൽ തിരികെ സ്ഥലം മോക്ഷം കിട്ടിയ അവിടേക്ക് ആ ജീവൻ പോവുക ഭഗവാന്റെ പാദത്തിലേക്ക്. ഭക്തന്മാർക്ക് എന്താ കൊടുക്കുക? എല്ലാം കൊടുക്കും ഇല്ലേ? മുക്തിഭാജാം നിവാസവും. അപ്പം ആ പാദം തൊടാനുള്ള ഭാഗ്യം മഹാബലിക്ക് കിട്ടി. സത്യത്തിൽ വലുതായത് മഹാബലിയാണ്, ചെറുതായതോ വാമനൻ. വാമനൻ എന്ന് പറഞ്ഞാൽ തന്നെ ഉയരം കുറഞ്ഞ ആളെന്ന് അർത്ഥം. അപ്പം അതുകൊണ്ട് മഹാബലി ത്യാഗത്തിൻ്റെയും സർവത്വാത്മസമർപ്പണം. എന്താ അന്ന് ഇന്ദ്രസേനൻ എന്നായിരുന്നു ഇയാളുടെ പേര് സത്യത്തിൽ. അത് പിന്നെ മഹാബലിയായി. അന്ത് ഈ മുതൽക്കാണത്രേ മഹാബലിയായത്. മറ്റത് ഇന്ദ്രസേനൻ എന്നാണ് പേര്. ഇനി ഇന്ദ്രപദവി കൊടുത്തു. അതുപോലെ തന്നെ വേറൊരു ഇന്ദ്രൻ്റെ പദവിയും വേറൊരു മന്വന്തരത്തിൽ മന്വന്തരാധിപനാവാനുള്ള പദവിയും മഹാബലിക്ക് അനുഗ്രഹിച്ചു കൊടുത്തു. ചവിട്ടി താത്തി പാതാളത്തിലേക്ക് ആക്കി എന്നൊക്കെ നമ്മൾ വെറുതെ പറയും. ഇല്ലാത്തതാണ് പറയണത്. ഇതൊന്നും ഭഗവാൻ ചെയ്തിട്ടില്ല. സുതലം എന്ന് പറഞ്ഞ അത്യൈശ്വര്യമുള്ള ലോകത്തിലേക്ക് അനുഗ്രഹിച്ചയക്കുക ചെയ്തത്. മഹാബലി ഒരിക്കലും ശിക്ഷിച്ചിട്ടില്ല. പക്ഷേ ഈ കിട്ടാൻ പോകുന്ന ഐശ്വര്യങ്ങളൊന്നും മഹാബലിക്ക് വലുതായിരുന്നില്ല. മന്വന്തര പദവിയാവട്ടെ, വേറെ പദവിയാവട്ടെ, ഇന്ദ്രൻ്റെ പദവിയാവട്ടെ, പുല്ലാണ് മഹാബലിക്ക്. ഇതൊക്കെ മഹാബലി പുല്ല് പോലെയാണ് കണ്ടുള്ളൂ.
പിന്നെ ഏതാണ് വലുതായിട്ട് വിചാരിച്ചത്? ഭഗവാനുള്ള ഭക്തി, ആ തൃപ്പാദത്തിൻ്റെ സ്പർശം, അതിനോളം വരില്ല ഇതൊന്നും എന്ന് മഹാബലി കണക്കാക്കി ഇതിനെയൊക്കെ അവഗണിച്ചു. അംബരീഷിനെ പോലത്തൊക്കെ എന്താ നമുക്ക് തരാൻ കഴിയുക? എന്ത് സന്തോഷമാണ് ഇതിനൊക്കെ നമുക്ക് തരാൻ കഴിയുക? ഒരു വസ്തുവും തരാൻ കഴിയില്ല. സർവേശ്വര, അങ്ങയുടെ പാദസ്പർശം തന്നെ എനിക്ക് ഏറ്റവും വലുത് എന്ന് പറഞ്ഞ് ത്യാഗമെന്നതേ നേട്ടം, താഴ്മതാൻ അത്യുന്നതി എന്ന മാർഗം ലോകത്തിന് കാണിച്ചു കൊടുത്ത ആ ഒരു അവതാരം, മഹാബലി കാണിക്കാൻ അവസരം കൊടുത്ത അവതാരമാണ് വാമനാവതാരം. അതേപോലെ തന്നെ ഹംസാവതാരം ഉണ്ടായി. നാരദാദികൾക്ക് ഒക്കെ തത്വത്തെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മനുവായിട്ട് അവതരിച്ചു, ലോകത്തിൽ ധർമ്മം നിലനിർത്താൻ. മനുസ്മൃതി കത്തിക്കണം എന്നൊക്കെ ചിലർ പറയട്ടോ, അത് പറഞ്ഞവരെ ശരിക്കും കത്തിക്കേണ്ടത്. കാരണം മനു അങ്ങനെ ഒന്നും തെറ്റായിട്ട് പറഞ്ഞിട്ടില്ല എന്ന് പറയണം. പിന്നത്തെ അവതാരമാണ് ക്ഷത്രിയങ്ങളെ ലക്ഷ്യന്മാരെ ഇല്ലായ്മ ചെയ്യാനുള്ള പരശുരാമാവതാരം. ഇനി അടുത്തതാണ് ശ്രീരാമാവതാരം. ഇവിടെ പറയുകയാണ്, ആ സമുദ്രത്തെ പോലും വിറപ്പിച്ചു. അച്ഛൻ്റെ സത്യം പാലിക്കാൻ വേണ്ടിയിട്ട് കാട്ടിലേക്ക് പോയി. അവിടുന്ന് സീത അപഹരിക്കപ്പെട്ടു. സീതയെ വീണ്ടെടുക്കാൻ വേണ്ടി ചിറകെട്ടാൻ പുറപ്പെട്ടതായിട്ട് സമയത്ത് ചെറുതായിട്ടൊന്ന് സംശയിച്ചു ഇത്രേ സമുദ്രം. അങ്ങനെയൊക്കെ തരാൻ പാടുമോ ഭഗവാനെ? ലക്ഷ്മണ, ആഗ്നേയാസ്ത്രയുടെ കുബൻ്റെ സംശയം ഇപ്പം ഞാൻ തീർത്തു കൊടുക്കാം. ഒരു തുള്ളി വെള്ളം ഇവിടെ ഇല്ലാണ്ട് ഞാൻ ഇപ്പോൾ ഈ സമുദ്രത്തെ വറ്റിക്കുന്നു പറഞ്ഞപ്പോൾ പേടിച്ചിട്ട് മാർഗം ദദോ സിന്ധുരിവ ശ്രീയപ്പതേ, കൃഷ്ണാവതാരത്തിൽ കാളിന്തി മാറി നിന്നു എന്ന് കേട്ടാൽ വിശ്വാസമില്ലേ രാജാവേ? വിശ്വാസമില്ലാണ്ട് ആവണ്ടാട്ടോ. കാരണം സമുദ്രത്തെ വിറപ്പിച്ച ആളാണ് ഭഗവാൻ. ആ ഭഗവാനെ തലയിലേറ്റിയ ഒരു നദി മാറി നിൽക്കണേനാ പിന്നെ അത്ഭുതം. അതുകൊണ്ട് ആ മാർഗം സപത്യരിപുരം ഹരവത്തി ദക്ഷോ, ഏത് പ്രകാരത്തിലാണ് പരമശിവൻ ത്രിപുരന്മാരെ ദഹിപ്പിക്കാൻ വേണ്ടി ക്രോധാകുലനായത്? ക്രോധം വേണ്ടോടത്ത് ക്രോധം എടുക്കാനും ഭഗവാൻ അറിയാട്ടോ. അതുപോലെ കലങ്ങിയ കണ്ണുകളോട് കൂടിയിട്ട് ആ സമുദ്രത്തിനോട് വഴി ചോദിച്ച ആളാണ്. ആർക്കെങ്കിലും ഈ ലോകത്തിൽ സാധിക്കുമോ പറഞ്ഞുകൊണ്ടാണ് നാരദനോട് മാവ് വർണ്ണിക്കുന്നത്. യോ വക്ഷത്തല സ്പർശരുഗ്ണമകേന്ദ്രവാക. ആരെയാ രാമൻ വധിച്ചിരിക്കണ? ഏതെങ്കിലും ഒരു രാവണനെ അല്ലാട്ടോ. തപശക്തി അങ്ങേയറ്റമുള്ള കുബേരനെ തോൽപ്പിച്ച് പുഷ്പവിമാനം കൊണ്ടുവച്ചിട്ടുള്ള യമനെ ജയിച്ചതായിട്ടുള്ള ഇതൊക്കെ പോട്ടെ, ഇന്ദ്രനെയും ജയിച്ചു. ഇന്ദ്രനോട് പറഞ്ഞു തൻ്റെ ഐരാവതത്തിനോടും ഇങ്ങോട്ട് വരാൻ പറയുക. ഇന്ദ്രൻ ഐരാവതം കൊണ്ടുമ്പോൾ രാവണൻ മാറ് കാട്ടി, എൻ്റെ മാറത്ത് കുത്തിക്കൂ തൻ്റെ ആനയെ കൊണ്ട്. താങ്ങിട് വരുമ്പോൾ രാവണൻ അങ്ങനെ നിൽക്കത്രേ, ഒരു ചഞ്ചലിപ്പും ഇല്ലാണ്ട്. ഐരാവതത്തിൻ്റെ കൊമ്പൊക്കെ ഇളകി മുറിഞ്ഞ് ചോരോലിച്ചു. രാവണൻ്റെ മാറിന് ഒരു പ്രശ്നം ഉണ്ടായില്ല എന്ന്. അങ്ങനെ ആ കുത്തിയതായിരിക്കുന്ന ഐരാവതത്തിൻ്റെ കൊമ്പിൻ്റെ കഷ്ണം വളരെ കാലം അവിടെ കിടന്നിരുന്നു എന്നാണ് പറയണത്. അങ്ങനെയുള്ളതായിരിക്കുന്ന രാവണനെയാണ് കേട്ടോ രാമൻ വധിച്ചത്. ഉപായക്കാരൻ ഒരു കൊതുവിനെ കൊന്നു എന്ന് പറഞ്ഞാൽ വല്ല അത്ഭുതമുണ്ടോ? ചില്ലറക്കാരനല്ല രാവണൻ. ഇനി അടുത്തതാണ് രാമകൃഷ്ണന്മാരുടെ അവതാരം. വിഷ്ണുവിൻ്റെ വെളുത്ത മുടി ബലരാമനും കറുത്ത മുടി കൃഷ്ണനുമാണ്. അങ്ങനെ ധർമ്മത്തെ സംരക്ഷിക്കാനായി കൊണ്ട് ഭഗവാൻ രാമകൃഷ്ണന്മാരായിട്ട് അവതരിച്ചു. അതിലാവട്ടെ അമ്മ ഉരലിൽ കെട്ടിയിട്ട സമയത്ത് വലിച്ചു കൊണ്ടുപോയി വലുതായിരിക്കുന്ന നീർമരുത് വൃക്ഷങ്ങളെ വീഴ്ത്തി. സാധാരണ ഒരു കുട്ടിക്ക് സാധിക്കുന്നതാണോ ഭഗവാൻ ഇത് ചെയ്തത്? അതുപോലെ ഉലൂകികായാം ദുഷ്ടയായിരിക്കുന്ന പൂതനയെ മൂന്നാമത്തെ ദിവസം വധിക്കുക അവതാരമല്ലെങ്കിൽ ഇതിന് കഴിയുമോ? കാളിയൻ്റെ അഹങ്കാരം തീർത്ത് അവനെ രമണകദ്വീപിലേക്ക് അയച്ചു. കാളിന്തി ജലത്തിനെ നിർമ്മലമായ വെള്ളമാക്കി മാറ്റി. ആർക്കും കുളിക്കുകയോ ചെയ്യാവുന്നതാക്കിയിട്ടും മാറ്റി. ഒരലിനോട് ചേർത്ത് കെട്ടുന്ന സമയത്ത് കയറിൻ്റെ നീളം തികയാതെ രാജ്യത്തുള്ള കയറ് മുഴുവൻ കൊണ്ടുവന്നിട്ടും തികയാതെ ആക്കിയതും ഈ ഭഗവാൻ തന്നെയാണ്. 14 ലോകം വ്യാപിച്ച ഭഗവാനെ കെട്ടിയാണ്ടോ നിൽക്കണു? ഏത് കയറോട്ടാണ് കെട്ടുക? ആലോചിച്ച് നോക്കിയാൽ. അപ്പോൾ ഈ 2 വിരൽ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. പക്ഷേ ഒരു കയറുകൊണ്ട് ഭഗവാനെ കെട്ടാട്ടോ. ഭക്തിയാകുന്ന കയറുകൊണ്ട് കെട്ടിയാൽ അവിടെ നിൽക്കത്രേ ഭഗവാൻ. ആലോചിച്ച് നോക്കൂ. 14 ലോകവും വ്യാപിച്ചിട്ടുള്ള ഭഗവാനെ കെട്ടാൻ പറ്റില്ലെങ്കിൽ കൃഷ്ണാണെന്ന് വിളിച്ചാൽ അവിടെ ഭഗവാൻ ചിലപ്പോൾ നിൽക്കും. കുറൂരമ്മ എന്താ ഈ കൃഷ്ണനെ കൊണ്ട് നിവൃത്തിയില്ലാണ്ട് ചെയ്യുന്നത്? പെട്ടെന്ന് നോക്കിയാലും കൃഷ്ണൻ, വെണ്ണക്കുടത്തിൽ കൈയിട്ടാലും അടുപ്പിലും കൃഷ്ണൻ, പാത്രത്തിലും കൃഷ്ണൻ, അമ്മി അരയ്ക്കുമ്പോഴും കൃഷ്ണൻ. ഇതിനെയൊന്ന് ഒതുക്കാൻ എന്താ വഴി വെച്ചില്ലാണ്ട് ഒരു പാത്രത്തിലാക്കി അടച്ചു വെച്ചു. അവിടെ അടച്ചു വെച്ചിട്ട് നിന്നു കൃഷ്ണനാണ്. ആ പാത്രം തുറക്കണ വരെ പോയില്ല. പാത്രം തുറന്നപ്പോൾ ആ മേലൊക്കെ കരിയും കൊണ്ടതാണ് കുറൂരമ്മ അടച്ചു വെച്ചതുകൊണ്ടോ കാളിയനെ കൊന്നതിനാലോ എന്തേ കണ്ണന് കറുപ്പ് നിറം.
ലോകം മുഴുവൻ ഒതുങ്ങാത്ത ഭഗവാൻ ക്രൂര ഭഗവത്തെ പാസത്തിൻ്റെ ഉള്ളിൽ കുറേ കഴിഞ്ഞാൽ എനിക്ക് ശ്വാസം മുട്ട് എന്നെ അയച്ചു വിടണം എന്ന് പറഞ്ഞാൽ അവിടെ എന്നെ തുറന്നു വിടണം എന്ന് പറയണമെങ്കിൽ അതുകൊണ്ട് കെട്ടാം, വേറെ ഒന്നുകൊണ്ടും ആ ഭഗവാനെ കെട്ടാനായിട്ട് സാധിക്കില്ല എന്ന് പറയുകയാണ്. ഇന്ദ്രൻ്റെ അഹങ്കാരത്തെ തീർപ്പിക്കാൻ ഗോവർദ്ധനത്തെ ഉദ്ധരിച്ച് 7 ദിവസം ശരവർഷം മഴ പെയ്തു. യാതൊരു കുഴപ്പവും ഗോകുലവാസികൾക്കില്ലാതെ രക്ഷിച്ചതും ഈ ഭഗവാൻ തന്നെയാണ്. പരമമായിരിക്കുന്ന ആനന്ദം കൊടുത്തുകൊണ്ട് ഗോപസ്ത്രീകളെ രാസക്രീഡയിൽ കൂടെ അനുഗ്രഹിച്ചതും വേറൊരാളല്ല. എന്നാൽ ഇതെല്ലാം ഭഗവാൻ സ്ത്രീജനാസക്തി കൊണ്ടാണോ? ഒരിക്കലുമല്ല. ആ സ്ത്രീകൾക്ക് അങ്ങനെ ഒരു വിധത്തിൽ അനുഗ്രഹം കിട്ടുകയാണെന്ന് വെച്ചാൽ കിട്ടിക്കോട്ടെ, അവർക്ക് വേണ്ടിയാണ് രാസക്രീഡ. ഓർക്കണം, ഭഗവാന് വേണ്ടിയല്ല ചെയ്തത്. നീ അത് വിചാരിച്ചിട്ട് വേറൊരാൾ ചെയ്താലോ അത് വലിയ അബദ്ധമാവും. അടുത്ത കഥ ശങ്കചൂടവതാണ്. ഇപ്പോൾ പറയുന്നു, രാസോന്മുഖ കളപതായത മൂർച്ഛിതേന ഹർത്തുർകരിഷ്ഠിത ശിരോ ധനു വധൂനാം ധനദാനുഗസ്യ. ധനദാനുകൻ കുബേരൻ്റെ സഹോദരനായ ശങ്കചൂടൻ. മൂപ്പരക്കൊരാഗ്രഹം, കൃഷ്ണൻ ഗോപസ്ത്രീകളോട് കൂടിയിട്ടൊക്കെ കളിച്ചു, എന്നാൽ ഞാനൊന്ന് കളിച്ചാലോ? അത് പാടില്ല. ഭഗവാന്റെ പ്രവൃത്തികളെ അതേപടി നമുക്ക് അനുകരിക്കുകയാണെന്ന് വെച്ചാൽ എല്ലാം അനുകരിക്കാൻ സാധിക്കണം, വേണ്ടേ? 2 അടി കൊണ്ട് 3 ലോക കളക്കാൻ പറ്റുമോ? കെട്ടാൻ നോക്കുമ്പോൾ 2 വിരൽ കൂടാതെ പറ്റാൻ പറ്റുമോ? ദുഷ്ടനായിട്ട കാളിയൻ്റെ വിഷത്തെ ഇല്ലാണ്ടേക്കാൻ പറ്റുമോ? ഇതൊക്കെ പറ്റില്ലെങ്കിൽ വേണ്ടാത്തതിന് പുറപ്പെടരുത്. ഭഗവാൻ ചെയ്തത് പോലെ നമ്മൾ ചെയ്യണമെച്ചാൽ ഭഗവാൻ ചെയ്തത് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റണം. അത് ശങ്കചൂടനെ അറിഞ്ഞില്ല. അധികം താമസം ഉണ്ടായില്ല, ബലരാമൻ അവൻ്റെ കഥ കഴിച്ചു. അതും കൃഷ്ണാവതാര സംഭവം. ഇനി അടുത്തത് പറയുകയാണ്, കാലേന മീനിദ്രിയാവമൃശ്യനൃണാം തോകായുഷാം. ആയുസ് കുറേ ഇത്രേ കലിയുഗത്തിൽ. ആയുസ് കുറയാനാണ് തോക. തോക എന്ന് പറഞ്ഞാൽ കുറച്ച് എന്നുള്ള അർത്ഥമുണ്ട് സംസ്കൃതത്തിൽ. കുട്ടികളെന്ന് പറയും, കുറച്ച് എന്നുള്ള അർത്ഥം. എല്ലാവരും ക്ഷീണായുഷ ക്ഷീണസത്വ, ആയുസ് കുറയുക, വലിപ്പം കുറയുക, അതൊക്കെ കലിയുഗത്തിലെ പ്രത്യേകത. അങ്ങനെ വരുമ്പോൾ വ്യാസനായിട്ട് അവതരിച്ചിട്ടാണ് വേദങ്ങളെ വിഭജിച്ചത്. വേദദ്രുമം വിടപശോ വിഭജിഷ്യതി സ്മ. 4 ഭാഗിച്ചോ. ആൾക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടി ഒന്നായ വേദത്തെ 4 ഭാഗിച്ചതും ഇതിഹാസ പുരാണങ്ങൾ രചിച്ചതും വേറെ ആരുമല്ല, വ്യാസാവതാരം. ഇനി അടുത്തതോ ബുദ്ധാവതാരം. അത് ത്രിപുര ദഹനത്തിൽ ത്രിപുരന്മാരെ വധിക്കാനാണത്രേ. ശിവഭക്തന്മാരാണ് ഈ ത്രിപുരന്മാർ. ശിവന് അവരെ കൊല്ലാൻ തോന്നില്ല, ഭക്തവത്സലനാണ്. അവരൊറ്റ മാർഗ്ഗേ കണ്ടുള്ളൂ, ഇവരെ കൊണ്ട് തന്നെ ശിവനെ നിന്ദിപ്പിക്കണം. ഭഗവാന്റെ സൂത്രേ, എന്തൊക്കെ മാർഗ്ഗം അവലംബിക്കണാലോ. ദുഷ്ടത്തരാണ് കാണിക്കുന്നത് മുഴുവൻ. ശിവഭക്താണ് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഭക്തി ഉണ്ടായിട്ട് അത് മുഴുവൻ ദുഷ്ടത്തരത്തിന് ഉപയോഗിച്ചവരാ ത്രിപുരന്മാർ. വിമാനം കൊണ്ട് ലോകത്തിനെ ഉപദ്രവിക്കുക, വിമാനം കൊണ്ട് വേൾഡ് ടവർ ഇടിച്ച് തകർത്തത്. പണ്ടുകൊണ്ട് അത്ര ഇങ്ങനത്തെ സംഭവം, ഇതൊന്നും ഇന്നത്തെ മാത്രമൊന്നുമല്ല. അപ്പോൾ എന്ത് ചെയ്തു? ഭഗവാൻ ഒരവതാരം സ്വീകരിച്ചിട്ട് കുറേ ശിവനെ അവരെയും ഇവരെയൊക്കെ നിന്ദിപ്പിക്കത്തക്ക രീതിയിലുള്ള സൂത്രം പ്രയോഗിച്ചു. കഥയൊക്കെ പറയാച്ചാൽ കുറേ ഉണ്ട്, ഇവിടുത്തെ പരിധിയിൽ വരുന്ന കഥകളൊന്നുമല്ല. ഭഗവാനുണ്ടോ ഒരാളെ മായയിൽ മുക്കാൻ വല്ല വിഷമം? ചുരുക്കം പറയുക, ഇവർ ശിവനെ അങ്ങോട്ട് നിന്ദിച്ചു. അറിയാതെ ഭഗവാന്റെ മായയിൽ പെട്ട് ശിവൻ്റെ തലയ്ക്ക് അടക്കം ചെയ്തു എന്നാ കഥ. ശിവലിംഗത്തിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ അടിപ്പിച്ചു ഇത്രേ ഭഗവാൻ. സൂത്രം പ്രയോഗിച്ചിട്ടാണത്. ആ അടി കിട്ടിയപ്പോൾ ശിവൻ വിചാരിച്ചു, എന്നെ ഭരിച്ചിട്ട് ഐശ്വര്യം നേടി അഹങ്കാരികൾ എന്നെ ആ തലയിലിടിക്കണം, പിന്നുണ്ടോ പരമേശ്വരന് വല്ല വിഷമം? അങ്ങനെ സംഹരിക്കാനാണ് ബുദ്ധാവതാരം. ഇപ്പോൾ നിലവിലുള്ള വിശ്വാസങ്ങളെ പലതിനും തെറ്റായി പറഞ്ഞു കൊടുത്ത് ഇവരുടെ തലയിൽ അടിച്ചു കയറ്റിയതാണ് ബുദ്ധാവതാരം. പിന്നെ പറയണം, ഞാനും ബ്രഹ്മാവും മനുക്കളും എല്ലാം നാരദ ഭഗവാന്റെ അവതാരങ്ങളാണ്. ഇപ്പം ഞാൻ ചുരുക്കി ഭഗവാന്റെ അവതാരങ്ങളെ പറഞ്ഞു. ശരിക്കും പറയാൻ 1000 നാവുള്ള അനന്തനും കഴിയില്ല കേട്ടോ എന്ന് പറയണം. ഞാൻ ഈ പ്രഹ്ലാദൻ മുതലായിട്ടുള്ള ചില ആൾക്കാർക്ക് മാത്രം ഭഗവാന്റെ മഹാത്മ്യം അറിയാം. ഇക്ഷാകു, അയളൻ, മുജുകുന്ദൻ, രഘു, അംബരീഷൻ, ഗയൻ, നാഗുഷൻ മുതലായിട്ടുള്ള ചില ആൾക്കാർക്ക് അറിയാം. ഭഗവാന്റെ ധന്വന്തിരി എന്നൊരു അവതാരം കൂടി ഉണ്ട് കേട്ടോ. ചിലപ്പോൾ വിട്ടുണ്ടാവും ചിലത്. ധന്വന്തിരിയായിട്ട് അവതരിച്ചു, മോഹിനിയായിട്ട് അവതരിച്ചു. ഇതൊക്കെ ഭഗവാന്റെ അവതാരങ്ങൾ തന്നെയാണ്. ആയുർവേദം ഭൂമിയിൽ സ്ഥാപിക്കാനായിക്കൊണ്ട് പറയാണ്, നെ തേ വൈ വിദന്തി അതിതരന്തി ച ദേവമായാം. എന്തിനാ ഈ അവതാരങ്ങളെ പറ്റി പറയുക, കേൾക്കുക, ചിന്തിക്കുക, സംശയം ചോദിച്ച് മനസ്സിലാക്കുക, തീർക്കുക, ഇതൊക്കെ ചെയ്യണത്? മായയെ കടക്കാൻ ഈ അവതാരങ്ങളെ പറയുന്നവർക്കും കേൾക്കുന്നവർക്കും സാധിക്കും. ഇതാണ് ശശ്ചൽ പ്രശാന്തം അഭയം. ആ ഭഗവാന്റെ മാഹിമയെ വേദങ്ങളെ കൊണ്ട്
മാത്രം കൂടി പറയാൻ കഴിയില്ല. വേദശബ്ദങ്ങളൊന്നും പോരാ. അതാണ് ശബ്ദോനയത്ര. ശബ്ദം വേദമാണ്, വേദങ്ങൾക്ക് മുഴുവൻ വർണ്ണിക്കാൻ കഴിയാത്തതാണ്. പക്ഷേ ആ അവതാരങ്ങളെ കീർത്തിച്ചു കഴിഞ്ഞാലോ ഭക്തി ഉണ്ടായിട്ട് കുറേശ്ശെ നമുക്ക് ഭഗവാനെ അനുഭവിക്കാൻ സാധിക്കും. അറിഞ്ഞിട്ടല്ല, നേരത്തെ പറഞ്ഞു അറിയാണ്ട് അനുഭവിക്കാമെന്ന്. അറിയാതെ നമുക്ക് അനുഭവം ഉണ്ടാവും. അവർക്ക് പിന്നെ ശ്രേയോമാർഗത്തിന് വേണ്ടി വേറെ വഴി അന്വേഷിക്കേണ്ട നാരദ. ഈ അവതാരങ്ങളെക്കുറിച്ച് കീർത്ത് ഭക്തി ഉണ്ടായവർക്ക് അത് തന്നെയാണ് പുരുഷാർത്ഥം എന്ന് പറയുകയാണ്. ഇന്ദ്രൻ കിണർ കുഴിക്കാൻ വേണ്ടിയിട്ട് കൈക്കോട്ട അന്വേഷിച്ച് പോവാറില്ല ഉണ്ടോ? കാരണം വെള്ളത്തിൻ്റെ അധിപനാണ്, എല്ലാ ജലത്തിൻ്റെയും അധിപനായിരിക്കുന്ന ഇന്ദ്രൻ കുറച്ച് വെള്ളം വേണമെന്ന് ചോദിച്ചിട്ട് ആരുടെ അടുത്തെങ്കിലും പോവാറുണ്ടോ? അതേപോലെ അവതാരങ്ങൾ കീർത്തിക്കുന്ന ഒരാൾക്ക് ശ്രേയോമാർഗത്തിന് വേണ്ടി അന്വേഷിച്ച് വേറെ മാർഗം വേണ്ട എന്ന് പറയാണ്. സശ്രേയസാം അഭിവിപുർ ഭഗവാന്യദോസ്യ ഭാവസ്വഭാവ വിഹിതസ്യ തദപ്രസിദ്ധി. ഈ അവതാരങ്ങളെക്കുറിച്ച് കീർത്തിച്ച് ഈശ്വരനിൽ എത്തുന്ന ഒരാൾക്ക് ശരീരം നശിച്ചാലും അവരുടെ ആത്മാവ് അനശ്വരതയെ പ്രാപിക്കുന്നു. ആ ശരീരം നശിക്കും. വീട് കത്തി എന്ന് വിചാരിക്കുക, അതിനുള്ളിലത്തെ ആകാശം നശിക്കുന്നുണ്ടോ? ആകാശം തന്നെ ഒഴിഞ്ഞ സ്ഥലം. വീട് നശിച്ചാലും ആകാശം എന്ന് പറഞ്ഞാൽ അതിലത്തെ ഒഴിഞ്ഞ സ്ഥലം അവിടെ തന്നെ ഉണ്ടാവുന്നത് പോലെ ശരീരം നശിച്ചാലും അവൻ്റെ ആത്മാവ് അനശ്വരതയെ പ്രാപിക്കുന്നു. ആ ഭഗവാനിൽ നിന്ന് അന്യമായിട്ട് വേറെ ഒന്നും ഇവിടെ ഇല്ല. ഈ ലോകത്തിൽ എല്ലാതും നശിക്കുന്നതാണ് നാരദ. നശിക്കാത്തതായിട്ട് ആ ഭഗവാൻ മാത്രമേ ഉള്ളൂ. ഈ അവതാരത്തെക്കുറിച്ച് കൂടുതൽ എവിടുന്ന് കേൾക്കാം? ഇതം ഭാഗവതം നാമയന്മേ ഭഗവതോദിതം. ഭാഗവതത്തിലാണ് ഈ അവതാരത്തെക്കുറിച്ച് ഏറ്റവും ഭക്തി വർദ്ധിക്കണ വിധം വർണ്ണിച്ചിരിക്കുന്നത്. അത് ചുരുക്കി ഞാൻ നിനക്ക് പറഞ്ഞു. നീ ഇതെന്ത് ചെയ്യണം? ഭക്തി വർദ്ധിക്കുന്ന വിധം പറയുക. അതാണ് ഭക്തിയുടെ മാഹാത്മ്യാണല്ലോ പറഞ്ഞത്. അതുകൊണ്ടാണ് ഭക്തി വർദ്ധിക്കണ വിധം നീ പറയണം. വെറുതെ ഇങ്ങനെ വാക്കുകൊണ്ട് തർജ്ജമ ചെയ്യല്ല. ഭക്തി യഥാഹരോ ഭഗവതി നൃണാം ഭക്തിർ ഭവിഷ്യതി. അതുകൊണ്ട് നീ ഭക്തി വർദ്ധിക്കണ വിധം വർണ്ണിക്കൂ. അങ്ങനെ ആൾക്കാർക്ക് ഭക്തി ഉണ്ടായാൽ ആ ഭക്തി മതി എന്നെ അറിയാൻ. ജ്ഞാനമോ വേദമോ മറ്റു കാര്യങ്ങളോ തപസ്സോ ഒന്നും ഈ ഭക്തിക്ക് ഒപ്പം നിൽക്കില്ല നാരദ. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ഭക്തി വർദ്ധിക്കണ വിധം വർണ്ണിക്കണം എന്ന് പറഞ്ഞത്. അത് കേൾക്കുക പറയുക ചെയ്യുന്നവർക്ക് ശുണ്വത ശ്രദ്ധയാ നിത്യം മായ ആത്മാനമുഖ്യതി. ആ കേൾക്കുന്നവർക്ക് മായയിൽ മോഹം ഉണ്ടാവില്ല എന്നും പറഞ്ഞ് ആ അധ്യായം അവസാനിപ്പിക്കുകയാണ്. എത്ര ചുരുക്കാൻ നോക്കിയാലും സമയത്തിൽ ഒതുങ്ങണില്ല കൂട്ടരെ. ഭാഗവതല്ലേ, പണ്ടൊരാൾ പറയും ആനയെ കൊണ്ടുപോയിട്ട് തൊഴുത്തിൽ കെട്ടാൻ നോക്കിയാൽ നടക്കുമോ? പശുവിൻ്റെ തൊഴുത്തിൽ ആനയെ എന്ന പോലെ ഭാഗവതം പറയുകയാണെങ്കിൽ എത്ര ഓട്ടപ്രദക്ഷിണമായിട്ടാണ് ഇപ്പോൾ പറഞ്ഞത്. എന്നിട്ടും സമയമൊക്കെ അതിക്രമിച്ചു. ബാക്കി ഭാഗം നമുക്ക് നാളെ മറ്റൊരു ഭാഗത്തിൽ കാണാം. കായേന വാചാ മനസേന്ദ്രിയർവാ അധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാൻ കരോതി യത്യസകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.